യൂട്യൂബ് ചാനൽ നിർത്തിയാലോ? ഇതെന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് എനിക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ആരും കാണുന്നില്ല. ഇനി കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗണായി പോകുന്നു. വ്യൂസ് കുറേ ഉണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇപ്പം കുറേ ആയിട്ട് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. അതിലപ്പുറത്തേക്ക് മോണിറ്റൈസേഷൻ പോലും നേരെ ആ ക്രൈറ്റീരിയ പോലും നേരെ ആവുന്നില്ല. ആയവർക്കാണെന്നുണ്ടെങ്കിലോ വീഡിയോ അങ്ങോട്ട് ശരിയാവുന്നില്ല, അത്ര തന്നെ. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഞാൻ കുറേ ആയിട്ട് വീഡിയോസിൽ കേട്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഒരു ജേണി, യൂട്യൂബ് ജേണി, ഞാൻ 2024 ജൂൺ 25-ാം തീയതിയാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ചാനലിൻ്റെ ജേർണി പുതിയ യൂട്യൂബിൽ അല്ലെങ്കിൽ കുറേ വർഷമായിട്ട് മോണിറ്റൈസേഷൻ ഒന്നും ആവാതെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതെനിക്ക് സ്വയം, നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒരാൾക്കെങ്കിലും ആയിക്കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിലപ്പുറത്തേക്ക് എനിക്ക് സ്വയം ഒന്ന് മോട്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് പറയുന്നത്. കാരണം ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ഡൗണായി നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടെ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഭവം എന്ന് പറയുന്നത്. അതായത് എൻ്റെ ചാനൽ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ജൂലൈ 25-ാം തീയതി ഞാൻ തുടങ്ങിയൊരു ചാനലാണ്. നേരത്തെ ഒരു ചാനൽ ഉണ്ടായിരുന്നു. 3.5 വർഷം കൊണ്ട് മോണിറ്റൈസേഷൻ ആയിട്ട്, 1.5 വർഷമായി മോണിറ്റൈസേഷൻ ആയിട്ട്, 3.5 വർഷം ആയിട്ടും അതിൻ്റെ പൈസ അങ്ങോട്ട് ആവാതെ ലാസ്റ്റ് പൈസ കിട്ടേണ്ട ഒരാഴ്ച മുന്നേ ആ ചാനൽ പോകുന്നൊരു സാഹചര്യം. അതിൻ്റെ സങ്കടത്തിലും ദേഷ്യത്തിലും തുടങ്ങിയ പുതിയൊരു ചാനൽ, അതാണ് ഈ ചാനൽ എന്ന് പറയുന്നത്. എന്നെ സഹായിച്ചത്, ആ ചേട്ടനെ കുറിച്ച് പറയില്ലെങ്കിൽ അത് ഭയങ്കര ഇതാണ്, 4th ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഉള്ളൊരു ചേട്ടനുണ്ട്, കണ്ണൻ നിശാന്ത് എന്നാണ്. ആ ചേട്ടനാണ് എനിക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേഷൻ തന്നതും ഈ ഒരു ചാനൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അപ്പം ആ ചാനൽ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഉറപ്പിച്ച കാര്യം, എനിക്ക് ഈ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കണം. അത് മാത്രമല്ല, എനിക്കിതിൽ നിന്ന് പൈസ കിട്ടണം. കാരണം എനിക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറേയധികം ലക്ഷ്യങ്ങളുണ്ട്, ചെറുതായാലും വലുതായാലും ഒരു ഇൻകം വേണം. ഇങ്ങനൊരു കാര്യങ്ങൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച കാര്യമാണ്. അതിനുശേഷം ഞാൻ ഫസ്റ്റ് തുടങ്ങിയ കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഇടാനാണ് തുടങ്ങിയെന്ന് പറയുന്നത്. ഷോർട്സിൻ്റെ കൂടെ ഞാൻ കൃത്യമായിട്ട് വലിയ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ഇട്ടത് ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം ഒരു ദിവസത്തിൽ ഞാൻ 3, 4, 5 ഷോർട്സ് ഇട്ട ദിവസങ്ങളുണ്ട്. അതായത് രാവിലെ ഒരു 10-11 മണിക്കിടയിൽ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്കിടയിൽ ഞാൻ ഷോർട്സ് ഇടും. 3 മണിക്ക് ഞാൻ ഷോർട്സ് ഇടും. 5 മണിക്കിടും. രാത്രി 11 മണിക്കിടും. ഈ ഒരു ടൈം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ആ ഷോർട്സ് ഇട്ട സമയത്ത് എനിക്കിതിൽ 3 മണി അല്ലെങ്കിൽ രാത്രി ഒരു 11 മണി, ഈ ടൈമിലെ ഷോർട്സൊക്കെ നല്ല രീതിക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടു. മീൻസ് നമുക്കറിയാലോ, നമ്മൾ ഷോർട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ 10-15 വ്യൂസ് കിട്ടാൻ തന്നെ ഭയങ്കര പാടുള്ള ടൈമിൽ എൻ്റെ ഷോർട്സ് ഞാൻ നോക്കുന്ന സമയത്ത് 10K ഒക്കെ പോകുന്നുണ്ട്. അതും ഈ പറയുന്ന കണക്ക് എന്ത് പറയുന്നത്, ലെങ്ത് കുറഞ്ഞൊന്നുമല്ല ഞാൻ ഇടുന്നത്. അത്യാവശ്യം 1 മിനിറ്റുള്ള ഷോർട്സ് തന്നെയാണ് ഞാൻ കറക്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്നിട്ടും അതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് ആവുന്നു. ഇതൊക്കെ ഉണ്ട് ഭയങ്കര സന്തോഷം. ഞാൻ വലിയ വീഡിയോസ് ഇടാൻ തുടങ്ങി. വലിയ വീഡിയോസ് ഞാൻ പറഞ്ഞല്ലോ, റിയാക്ഷൻ ചാനൽ പോലെ തന്നെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും റെലവൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആ സംസാരിക്കുന്ന, ഞാൻ എടുക്കുന്ന വലിയ ടോപ്പിക്കുകളുടേത് ഞാനൊരു ചെറിയ ഷോർട്ടും കൂടെ ആക്കാൻ തുടങ്ങി. ആ എടുത്ത വലിയതിൽ നിന്ന് കട്ട് ചെയ്തിട്ടല്ല ഞാൻ ഷോർട്സ് ആക്കിയത്. അതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് 1 മിനിറ്റ് ഷോർട്സ് ഞാൻ അല്ലാതെ തയ്യാറാക്കും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത്, വലിയ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് വലിയ വീഡിയോ ഇടും. അതിനുശേഷം ഈ വലിയ വീഡിയോയുടെ നമുക്കറിയാമല്ലോ, ഈ ചെറിയ ഷോർട്സിനകത്ത് നമുക്ക് റിലേറ്റഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനകത്ത് നമുക്ക് വലിയ വീഡിയോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വലിയ വീഡിയോയുടെ ആ ഒരു സംഭവമാണ് ചെറിയ ഷോർട്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ ഈ വലിയ വീഡിയോയുടെ സംഭവം റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസ് എനിക്ക് ഷോർട്സിനെല്ലാം ഓൾറെഡി എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നുണ്ട്. അവർക്ക് നമ്മൾ സംസാരിക്കുന്ന വിഷയം അത്യാവശ്യം ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാലൻസ് കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ടാകും. അപ്പം സ്വാഭാവികമായിട്ടും അവരെൻ്റെ വലിയ റിലേറ്റഡ് വീഡിയോ കാണുന്നതിനകത്ത് വലിയ ഓപ്ഷനകത്ത് എന്തായാലും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ വീഡിയോസിനും നല്ല രീതിക്ക് റീച്ച് കിട്ടാൻ തുടങ്ങി. ഏകദേശം എനിക്കൊന്ന് ഭയങ്കര സംഭവത്തിൽ പോയിട്ടില്ലെങ്കിലും അത്യാവശ്യം എൻ്റെ വീഡിയോസ് എടുത്ത്, പോപ്പുലർ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 ലക്ഷം അല്ലെങ്കിൽ 90,000, 50,000, 80,000 ഒക്കെ പോയ ഇപ്പോൾ എനിക്കൊന്ന് 2 ലക്ഷത്തിനടുത്ത് ആവാറായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അത്യാവശ്യം രീതിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ തന്നെയായിരുന്നു എൻ്റെ എന്ന് പറയുന്നത്. പിന്നെ എന്തോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കറക്റ്റ് ടൈം അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈം, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അതിലൊരു മാറ്റം ഞാൻ വരുത്തിയിട്ടില്ല. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഞാനൊരു 3 ആഴ്ച ആവുന്ന സമയത്ത് ഞാൻ നോക്കാൻ നേരത്ത് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എനിക്കൊന്ന് 3000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞു. വാച്ച് അവർ ഞാൻ നോക്കിയ സമയത്ത് 7200 സംതിങ് ആയി എനിക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ മോണിറ്റൈസേഷൻ്റെ സംഭവമായി. അങ്ങനെ ഞാൻ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ മൊത്തം കണ്ടൻറ്റ് കൊടുത്ത് അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം
പൈസ ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര പാടായിട്ടുള്ള ഡോളർ കയറുക എന്ന് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത അവർ ചെയ്യുന്ന വീഡിയോസിന് ഫുൾ ലെങ്തും ആൾക്കാർ കുത്തിയിരുന്ന് കാണും. പക്ഷേ റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ അവർ നിൽക്കുന്നത് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഇതൊക്കെ കിട്ടാറുള്ളൂ ഒരു പുതിയ ചാനലിനെ സംബന്ധിച്ച്. അപ്പം അതിനനുസരിച്ചാണ് ഏണിങ്സ് വരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡോളർ അത്ര കയറത്തില്ല. ഏകദേശം എനിക്കൊന്ന് 4 മാസം, അതായത് നവംബർ മാസം ആയപ്പോൾ സമയത്ത് എനിക്ക് കറക്റ്റ് $100 കഴിഞ്ഞു. എനിക്കൊന്ന് $187 അങ്ങനെ എന്തോ, $157 അങ്ങനെ എന്തോ സംഭവം, 142 അങ്ങനെ എന്തോ സംഭവം വന്നിട്ട് $142 എനിക്ക് കയറി. എനിക്ക് ഏകദേശം 12,000 രൂപ ആദ്യത്തെ ആ സംഭവത്തിൽ കിട്ടി. അത് കിട്ടിയ സമയത്ത് ഭയങ്കര സന്തോഷമായി. സ്വാഭാവികമായിട്ട് ഞാൻ വീഡിയോസ് കറക്റ്റ് പ്രോപ്പർ ടൈം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വലിയ വീഡിയോ ആയാലും ഞാൻ ഇന്ന് രാത്രി വൈകുന്നേരം 3 മണിക്കാണ് ഒരു വീഡിയോ ഇടുന്നതെങ്കിൽ അടുത്ത ദിവസം അതേ ടൈമിൽ തന്നെ ഞാൻ വീഡിയോ ഇടും. ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചാനൽ പെട്ടെന്ന് കയറി പോകുന്നുണ്ടായിരുന്നു. ചുമ്മാ പറയാനല്ല, ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. അതിനുശേഷം എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പഠിക്കാൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ടൈം മൊത്തത്തിൽ തെറ്റിയ സമയത്തോട്ട് എനിക്ക് സ്വാഭാവികമായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. വീഡിയോ ഇടുന്ന ടൈം പ്രോപ്പർ ആവാതിരുന്നു. എനിക്ക് വന്നിട്ട് തലവേദനയാവും സ്വാഭാവികമായിട്ട്, നമുക്ക് ക്ഷീണം, അങ്ങനെ കുറേ കാര്യങ്ങൾ, യാത്ര, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം എനിക്ക് 1.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 3 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു വല്ലാത്ത അവസ്ഥയിൽ പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും ഞാൻ വീഡിയോ ചെയ്തിട്ട് എടുത്തിരുന്നത്. അതിലപ്പുറത്തേക്ക് ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്യാറില്ല. അങ്ങനെ 30 ദിവസത്തിൽ 15 ദിവസം മാത്രമായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചാനൽ ഡൗൺ ആവാൻ തുടങ്ങും, പൈസ കയറില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ എന്നിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ചെയ്യുന്ന വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചിൽ പോകുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര റീച്ചാണ്. 30,000 വ്യൂസ് എന്നൊക്കെ പറയുന്നത്, 50,000 വ്യൂസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇതിൽ പോണ ഒരു കാര്യമാണ്. അത് എനിക്ക് നോക്കിയ സമയത്ത് 2 മാസം കൂടുമ്പോൾ എനിക്ക് ഏണിങ്സ് കിട്ടാൻ തുടങ്ങി. 2 മാസം ആദ്യത്തെ ടൈമിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 15,000 അതിനടുത്ത് എനിക്ക് പൈസ കിട്ടാറുണ്ട്. അങ്ങനെ ആയ സമയത്ത് പിന്നെ ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോസ് ചെയ്യാതായി. കറക്റ്റ് ടൈമല്ല. ചിലപ്പോൾ രാത്രി 11 മണിക്കിരുന്ന് വീഡിയോ ചെയ്യും, ചിലപ്പോൾ 2 മണിക്കിരുന്ന് വീഡിയോ ചെയ്യും, ചിലപ്പോൾ ഞാൻ ഇപ്പോൾ വൈകുന്നേരം 3 മണിക്ക് ടൈം കിട്ടുന്നെങ്കിൽ ആ ടൈമിൽ ചെയ്യും. അങ്ങനെ ഇപ്പോൾ എന്തായാലും കുറച്ച് നാളുകൊണ്ട് എൻ്റെ ചാനൽ ഭയങ്കരമായിട്ട് വീക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആയൊരു ചാനൽ. അതിനപ്പുറത്തേക്ക് എൻ്റെ ഷോർട്സിൻ്റെ വലിയ പോപ്പുലർ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 4 ലക്ഷം 5 ലക്ഷം ഒക്കെ പോയിട്ടുള്ള വീഡിയോസ് അതിനകത്ത് കാണാൻ പറ്റും. ഒന്നൊന്നുമല്ല, ഒന്നിൽ കൂടുതലായിട്ടുണ്ട്. വലിയ വീഡിയോസും നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-20 വീഡിയോസ് എങ്കിലും അത്യാവശ്യം നല്ല റീച്ചിൽ പോയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, പുതിയ തുടക്കക്കാരിയാണ്, അങ്ങനെയുള്ള എനിക്ക് ഇത്രയും അക്സെപ്റ്റൻസ് കിട്ടുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം, ലക്കായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം 4-5 വർഷമായിട്ട് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ എനിക്ക് ഇത്രയും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പം ഭയങ്കരമായിട്ട് ഡൗണായി പോകുന്നതിൻ്റെ കാര്യം ഞാനാണ്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഭയങ്കര ലക്ഷ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തെ മുൻനിർത്തി കൊണ്ടുപോകുന്ന ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഷോർട്സ് ഇടുക. ഒരു ദിവസത്തിൽ കൂടുതൽ ഷോർട്സ് ഇടുക. വ്യൂസ് കിട്ടുന്ന ടൈം കറക്റ്റ് അനലൈസ് ചെയ്യുക. നിങ്ങളാണത് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. നിങ്ങൾക്കേ അറിയും നിങ്ങൾ വീഡിയോ ഏത് ടൈമിലാണ് ഇട്ടെന്നുള്ളത്. അത് കറക്റ്റ് നോക്കി വയ്ക്കുക. എന്നിട്ട് കൂടുതൽ വ്യൂവേഴ്സ് വരുന്ന ടൈം ഏതാണോ അത് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. വലിയ വീഡിയോ ഷോർട്സ് ഇടുന്നതിനോടൊപ്പം വലിയ വീഡിയോസ് ഇടാതിരിക്കാൻ മറക്കരുത്. അത് കറക്റ്റായിട്ട് ചെയ്യുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഷോർട്സിനകത്ത് വലിയ വീഡിയോയുടെ ലിങ്ക് കണക്ട് ചെയ്യുക, റിലേറ്റഡ് വീഡിയോയ്ക്കകത്ത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. ഇത് കറക്റ്റ് ഒരു 3 മാസം നിങ്ങൾ ചെയ്യാമെങ്കിൽ, 3 to 6 മാസം നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും, ഈ പറയുന്ന റീച്ചും കിട്ടും, നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുകയും ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷേ ഒരു വട്ടം ആയി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഇതിനെ താത്തി നിർത്തിയിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയിലേക്ക് പോകുക തന്നെ ചെയ്യും. അപ്പം ഇത് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ജേണിയാണ്. ഇതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്ക് പറ്റിപ്പോയി അബദ്ധം വേറെ ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല, കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വസിക്കാൻ പറ്റുന്നവർക്ക് വിശ്വസിക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ.